നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. കാശ് കൊടുത്ത് മേടിച്ച ഒരു നല്ല കമ്പനിയുടെയാണ്. ഞാൻ അതിൻ്റെ പേര് കാണിക്കുന്നില്ല. അത് സക്സസ് ആയിട്ടില്ല. ഒരു 50% പോലും നമുക്ക് സക്സസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് കറ്റാർവാഴ, അലോവേര, അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. അത് നമ്മൾ എടുത്ത് ഒരു നല്ല കട്ടിങ് നോക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ആ ജെല്ലൊന്ന് ലൂസാക്കി എടുക്കുക. അത് ഞെക്കി ലൂസാക്കി എടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടി അഥവാ സിനമൺ പൗഡർ, അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ആൻറ്റി ഫംഗലാണ്. എന്നിട്ട് നമ്മുടെ ഈ ഓരോ കട്ടിങ്ങും എടുത്ത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു പശ പോലെ ഇങ്ങനെ ആ ജെല്ലൊട്ടിയിരിക്കുന്നതാണ്. ആ ജെല്ലൊട്ടിയിരിക്കുന്ന ഇതിനകത്തേക്ക് നമ്മുടെ ഈ സിനമൺ പൗഡറും കറുവാപ്പട്ടയുടെ പൊടിയും കൂടെ ചേർക്കുക. അതൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയാണ്. കൂടുതലായിട്ടും കട്ടിങ്സിനുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൽ പിടിച്ച് പോകുന്നതാണ്. അപ്പോൾ ആ പൂപ്പൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറുവാപ്പട്ടയുടെ പൊടി ചേർക്കുന്നത്. ഈ അലോവേറ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ അത് 4 എണ്ണം റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മളൊരു പോട്ടിലേക്ക് അതിനെ മാറ്റാം. ആ പോട്ടിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിക്സ് അല്ലെങ്കിൽ കമ്പോസ്റ്റ്, പിന്നെ രണ്ടാമത് പ്രൊപ്പഗേഷൻ സാൻഡ് അല്ലെങ്കിൽ മണൽ, മൂന്നാമത് ഒരു സീഡ് റേസിംഗ് മിക്സ്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ വെറും മണ്ണിലേക്കാണെങ്കിലും വെക്കാം. അപ്പോൾ അതിലും സക്സസ് റേറ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതിനുശേഷം പറ്റുമെങ്കിൽ നമ്മളൊരു സീവീഡ് സൊല്യൂഷനും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊരു ഗ്രീൻ ഹൗസിലേക്ക് എടുത്ത് വെക്കുക.